വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചീരക്കറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചീരക്കറിയാണ്. തേങ്ങയൊക്കെ അരച്ചിട്ട് ചേർക്കുന്ന ഒരു ചീരക്കറിയാണ്. എങ്ങനെയാണ് ചീരക്കറി ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോയിലൂടെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചീരക്കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ചീരക്കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവപ്പ് ചീരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച കളറിലുള്ള ചീരയാലും മതി. അപ്പം ഞാനിവിടെ ചട്ടിയിലേക്ക് ചീര ഇട്ട് കൊടുക്കുകയാണ്. റഫായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. എൻ്റെ തണ്ടൊന്നും കളഞ്ഞിട്ടില്ല. നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് തണ്ട് ഇഷ്ടമില്ലെങ്കിൽ ഇല മാത്രം എടുക്കാം. ഓക്കെ, ഇത്ര ക്വാണ്ടിറ്റി നോക്കണ്ട, അറിയാലോ ചീര പെട്ടെന്ന് തന്നെ ചുങ്ങിപ്പോവും. ഈ പാത്രത്തിൻ്റെ കാൽ ഭാഗമാവും. അപ്പോൾ ഞാനിതാ ചീനച്ചട്ടിയിലല്ലോ നമ്മുടെ ചട്ടിയിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മുഴുവനായിട്ടുള്ള ചെറിയൊരു കഷ്ണം ശർക്കര ആയാലും മതി. അപ്പം ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു കറി കേട്ടിട്ടില്ലല്ലോ ആരും ശർക്കരപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. എന്നാലും വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ അരപ്പും അരയ്ക്കാനുണ്ട്. സോ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1-2 കപ്പ് വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഒഴിച്ച ശേഷം പറയാം. അപ്പോൾ ഞാൻ ചീര വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചട്ടി ചൂടാവട്ടെ. ചട്ടി ഒന്ന് ചൂടായി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചീരയൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് അരപ്പിൻ്റെ കാര്യമൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിഡ് ജാറിലേക്ക് ഏകദേശം 1 കപ്പ് വരണ മാതിരി ഞാൻ തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, എരിവ് നോക്കിയിട്ട് ചിലപ്പോൾ 1 പച്ചമുളക് മതിയായിരിക്കും. ഓരോ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് കേട്ടോ. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, സാധാരണ ജീരകം. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ചീര വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് വേവട്ടെ. ഇതൊന്ന് ആവട്ടെ മീൻസ് അരച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ചീര ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ചീര ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിലേക്ക് 1 കപ്പ് അല്ലാതെ വീണ്ടും ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ശരിക്കും ഏകദേശം ഒരു 1.5-2 കപ്പ് വെള്ളം ചിലപ്പോൾ വേണ്ടി വരും കേട്ടോ. നോക്കിയിട്ട് ആഡ് ചെയ്യാം. കണ്ടോ, ഇതിലെ വെള്ളത്തിലൊക്കെ നല്ല പിങ്ക് നിറമായിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ പച്ചച്ചീരയാണെങ്കിൽ പച്ച കളറിൽ വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിട്ടെല്ലാം കുലുക്കി എടുക്കട്ടെ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഒന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് ഉപ്പിടാം കേട്ടോ. ഓക്കെ, ഒരു 10 മിനിറ്റ് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു
2 മിനിറ്റ് കൂടെ തിളക്കട്ടെ. ഈ കുറച്ച് വെള്ളം എന്താ കണ്ടില്ലേ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒന്ന് കുറുകി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കടുക് വറുക്കാൻ എടുക്കാം. നമുക്കിനി കടുക് വറുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം ഒരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് കടുക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കഴിയട്ടെ കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലെ മഞ്ഞൾപ്പൊടിയൊന്നുമില്ല ഈ ഒരു കറിയിൽ, ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തോളൂ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.